ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഭാഗ്യവാൻ ആര്? അതൊരു ഹിതഭാഗ്യവാനാണെന്ന് തോന്നണത്. ബോച്ചെ ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ ഇന്നലെ 10 ലക്ഷം നേടിയ ഭാഗ്യവാന്റെ പേര് അനിൽ ലാൽ എന്നാണ്. അദ്ദേഹത്തിന് ഞാൻ പല പ്രാവശ്യം ഫോൺ വിളിച്ചു, എടുക്കുന്നില്ല. എന്നെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നണത് പുള്ളി. എന്തായാലും അപ്പൊ ഒരു കൺഫ്യൂഷനിലാണ്. ഇന്ന് ആദ്യമായിട്ടാണ് 15-ാം തീയതി തുടങ്ങി എല്ലാ ദിവസവും 10 ലക്ഷം കിട്ടിയ സഹോദരനെയും സഹോദരിമാരെയും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് വിളിച്ചിട്ട് ഈ 10 ലക്ഷം അടിച്ച അനിൽ ലാലിനെ കിട്ടാത്തത്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പൊ ഞാൻ മനസ്സിൽ തോന്നിയത് ഒരാഴ്ച വെയിറ്റ് ചെയ്യുക, എല്ലാ ദിവസവും വിളിച്ചു നോക്കുക. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോച്ചെ ഇൻസ്റ്റാഗ്രാമിലൂടെ ദിവസേന ഒരുപാട് പേര് സഹായങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും പതിവായി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സഹായം നൽകുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ 10 ലക്ഷം സഹായമായിട്ട് നൽകിയാലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അത് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. ഇതൊരു പുതിയ സംവിധാനമായതുകൊണ്ട് അത് ഞാൻ നല്ലവരായ നിങ്ങൾക്ക് വിടുകയാണ്. നിങ്ങളിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ബോച്ചെ ടി ലക്കി ഡ്രോ ടിക്കറ്റിന്റെ അടിച്ച നമ്പർ 440286288975 എന്നതാണ്. 440286288975 ഇതാണ് നമ്പർ പറയാൻ കുഴപ്പമില്ലല്ലോ അല്ലേ? ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കൊണ്ടുവരുമോ? ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ആളാണെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലായ അദ്ദേഹത്തെ അറിയിക്കണം, എന്നിട്ട് എന്നെ വിളിക്കാൻ പറയണം. അപ്പൊ എന്റെ നമ്പർ ഞാൻ ഇപ്പൊ ഇവിടെ ഇടുന്നില്ല. എങ്ങനെയാണ്? ഞാൻ വേറൊരു നമ്പർ ഇതിലിടാം. ഓക്കെ, അപ്പൊ അതിലൊന്ന് അറിയിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ബന്ധപ്പെടാൻ പറയണം. പിന്നെ വേറൊരു ഐഡിയ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ അഭിപ്രായം. 7 ദിവസത്തിനുള്ളിൽ ഈ പുള്ളി ബന്ധപ്പെട്ടില്ലെങ്കിൽ എന്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരിൽ നിന്നൊക്കെ പേരുകളിട്ട് നറുക്കെടുത്തിട്ട് അതിലൊരാൾക്കും കൊടുത്താലോ? ആർക്കെങ്കിലും ഇത് കൊടുക്കണ്ടേ? എന്റെ കയ്യിൽ വെക്കാൻ പാടില്ല, അതാണ് നിയമം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിച്ചാലോ? എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. അതിന്റെ സർവേയിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം.